ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അലക്സ്. ഞാൻ പുത്തൂർ, കർണാടകത്തിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ വൈഫ് ബിനിമോള്, 3 മക്കൾ ആൽബിൻ, ആൽബർട്ട്, ഇവാൻ. കൃപാസനത്തെക്കുറിച്ച് ബിനിയുടെ സിസ്റ്റർ വഴിയാണ് ഞാൻ അറിയുന്നത്. അവൾ നേരത്തെ ഇവിടുത്തെ ഉടമ്പടി എടുത്തിരുന്നു. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കൃപാസനത്തിൻ്റെ പത്രം കിട്ടുകയും ഉപ്പും കാര്യങ്ങളും കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും യൂസ് ചെയ്തിരുന്നില്ല. ഞങ്ങൾക്കൊരു അനുഭവം എന്ന് പറഞ്ഞത്, ഞാനില്ലാത്ത സമയത്ത്, ഞാൻ ജർമ്മനി ആയ സമയത്ത് വൈഫും പിള്ളേരും തന്നെയേ ഉള്ളൂ. അന്നേരം ഞങ്ങളുടെ ഏറ്റവും ഇളയ കൊച്ചിന് ചെറിയ ഏജ് പ്രശ്നങ്ങളുണ്ട്, മൈൽഡ് ഓൾഡിസം പ്രശ്നങ്ങളുണ്ട്. അന്നേരം ഒരു സ്ഥലത്ത് ഇരിക്കത്തില്ല, എപ്പോഴും ഓട്ടവും ചാട്ടവുമാണ്. ഒരു ദിവസം കട്ടിൽ നിന്ന് അവൻ തലയിടിച്ച് നിരത്ത് വീണു, അൺകോൺഷ്യസായി. എന്നിട്ട് അവനൊന്നും ചെയ്യാനറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവിടെ തന്നെയേ ഉള്ളൂ. അന്നേരം പെട്ടെന്ന് ബിനിയുടെ അമ്മയുണ്ടായിരുന്നു. പെട്ടെന്ന് മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുവന്ന് വെള്ളത്തിൽ പെട്ടെന്ന് കൊച്ചിന് കൊടുത്തു. അവനൊന്ന് ശബ്ദിച്ചു. അതിനുശേഷം പെട്ടെന്ന് അവൻ നോർമലായി. അതുവരെ അവന് ഒരു വാഴയില എങ്ങനെ ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്, തളർന്ന് കിടന്നതാണ് കൊച്ചാണ്. മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് മാത്രമാണ് റിക്കവറായത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് പിന്നെ കൂടുതൽ വളർന്നത്. പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങൾ ആദ്യം കുടുംബത്തിൽ എല്ലാവരും ഞങ്ങളാണെങ്കിൽ ദൈവത്തിലേക്ക് ഒത്തിരി അടുത്തു. പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്കാണെങ്കിൽ അധികം താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പം അവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും മാതാവിൻ്റെ തൈലും ഒപ്പം വന്ന് അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. അതുപോലെ ശേഷം ഞങ്ങൾ പല രീതിയിൽ ഞങ്ങൾ പറഞ്ഞത്, അതായത് ഒരു ആവശ്യമായി വെച്ചിരുന്നതാണ്. എൻ്റെ ഒരു പരീക്ഷയുണ്ടായിരുന്നു. ഞാൻ IT ഫീൽഡിലാണ്, ഇവിടെ നേഴ്സിംഗ് ഫീൽഡിലാണ്. അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ എനിക്കൊരു അടയാളം കാണിച്ചു തരണം. അന്നേരം ഞാൻ പരീക്ഷയ്ക്ക് പോയി. വീട്ടിൽ കൊച്ചുണ്ട്, പഠിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം എപ്പോഴും ബഹളവും, അറിയാലോ എങ്ങനെ പിള്ളേരാണെന്ന്, ഏജ് ലിസ്റ്റ് പ്രശ്നം അറിയാമെന്ന്. എന്നെക്കൂടെ പഠിക്കാൻ പറ്റിയില്ല. ഞാൻ ഒത്തും പ്രിപ്പയർ അല്ല. ഞാൻ പരീക്ഷയ്ക്ക് പോയി. ഞാൻ ചെന്ന ഉടനെ സ്ക്രീനെ കുരിശ് വരച്ചു. മൗസിലും കീബോർഡിലും എല്ലാ ക്വസ്റ്റ്യനും ഞാൻ കുരിശ് വരച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊന്നും അറിയില്ല. റിസൾട്ട് ഒക്കെ ചെയ്തപ്പം പാസ്റ്റ് വന്നു. പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞപ്പം 100% എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് ജീവിതത്തിൽ ഒരിക്കപ്പോൾ 100% കിട്ടില്ല. എനിക്കെന്നെ കഴിവില്ല. അതുപോലെ തന്നെ ഞാൻ വന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പഠനം ചോദിച്ചു, 100 മാർക്ക് കിട്ടുമോ? അതിനുശേഷം ഞാൻ ഇവിടെ കാണിച്ചു, ആണോ ഒരിക്കലും പോസിബിൾ അല്ല, എന്നെ കണ്ടെന്നെ കഴിവില്ല. പിന്നെ മാതാവ് എനിക്ക് തന്നു. അതുപോലെ തന്നെ വൈഫിനാണെങ്കിൽ പോസ്റ്റ് PC അവൾ ഇഗ്നോർ ചെയ്യുന്നു. അവൾക്കാണെങ്കിൽ വീട്ടിൽ പഠിക്കാൻ പറ്റത്തില്ല. കാരണം കൊച്ചെപ്പോഴും ബഹളമാണ്. പഠിക്കായിരുന്ന ബുക്ക് വലിച്ചു കയറും. പിന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അന്നേരം വലിച്ചു കയറിയാൻ കളയും. പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ശാരീരികമാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടും നടുവേനയും, കാരണം കൊച്ചിന് എപ്പോഴും കൈ വേണം, അങ്ങനെ പ്രശ്നമായിരുന്നു. പരീക്ഷ എഴുതി ഒന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥ. 2 പേപ്പർ എഴുതണമായിരുന്നു. പരീക്ഷ സമയത്ത് അവൾ പറഞ്ഞ് ഞാൻ പോകുന്നില്ല, കാരണം എനിക്കറിയത്തില്ല, എനിക്ക് ഒരു വക അറിയത്ത എഴുതാൻ. അവൾ പോയി എഴുതി, പരീക്ഷ എഴുതി. മാതാവ് വന്നിട്ടാണെങ്കിൽ ഞാൻ വന്നാൽ പറഞ്ഞു, എൻ്റെ കാശ് ഞാൻ കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു മാതാവിടെ പ്രാർത്ഥിക്കുക, ബാക്കി മാതാവ് നോക്കിയോളൂ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്നോട് പറഞ്ഞു, 14 ഏപ്രിൽ നിനക്കെന്താ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ റെഡി ആയിട്ടിരിക്കുക, 14 ഏപ്രിൽ നമുക്ക് മാതാവ് നിൻ്റെ എക്സാം റിസൾട്ട് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് കൃത്യം ഞാൻ 14 ഏപ്രിൽ നോക്കിയപ്പോഴത്തേക്കും അവൾക്ക് ഞാൻ മാതാവിടെ വായിച്ച് 50% കിട്ടുമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല എത്ര, ഞാൻ 35% സ്റ്റാൻഡേർഡിന് വിചാരിച്ചത്. ഞാൻ 50% പറഞ്ഞു. ഇവൾക്ക് ഒരു മാസം മുമ്പ് ഒരു രാത്രി ഉറക്കത്തിലാണെങ്കിൽ ഒരു പ്രാർത്ഥന, ഒരു റിസൾട്ട് വരുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു ഇവള്. അന്നേരം അവൾ കണ്ട് 37 മാർക്സ്. അന്നേരം ഇവള് പറഞ്ഞത്, മാതാവ് ഞാൻ തോറ്റു പോയാലോ, അയ്യോ ഞാൻ തോറ്റു. അന്നേരം പറഞ്ഞു, എടി നിൻ്റെ പരീക്ഷ 100-ലല്ലേ 80-ലല്ലേ? അന്നേരത്ത് നോക്കിയപ്പോഴത്തേക്കും ഓവറോൾ വന്നു കറക്റ്റ് 54. റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് 54. 14-ാം തീയതി ഞാൻ പറഞ്ഞ ദിവസവും മാതാവ് പറഞ്ഞ ഡേറ്റ് കറക്റ്റായിട്ട് അവൾക്ക് എല്ലാ സബ്ജക്റ്റും ചെയ്യിപ്പിച്ചു. ഇപ്പോൾ അവളുടെ പോസ്റ്റ് PC കംപ്ലീറ്റായി. 5 കൊല്ലത്തിന് ശേഷമാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 3 കൊല്ലത്തെ കോഴ്സാണ്. കൊച്ചും പ്രശ്നങ്ങളെല്ലാം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതങ്ങനെ സംഭവിച്ചു. പിന്നെ അനുഭവം എന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ IT ഫീൽഡിലാണ്. ഞങ്ങൾക്ക് ഒത്തിരി ക്ലയൻറ്റ് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ പുതിയ പ്രൊജക്റ്റ് ചെയ്യുമ്പം ആദ്യത്തെ പ്രൊജക്റ്റ് ചെന്നപ്പം ക്ലയൻറ്റ് എന്നെ ഫെയിൽഡാക്കി. അന്ന് ഒത്തിരി മോശമായിട്ട് ശരിക്കും ഹ്യൂമിലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഞാൻ കുരിശ് വരച്ചിട്ടാണ് ഈ സ്ക്രീനിൽ സ്റ്റാർട്ട് ചെയ്തു. മാതാവ് എനിക്കൊരു കോൺഫിഡൻസ് എനിക്കറിയാം. ഞാൻ എന്തു പറഞ്ഞോ
അവരും കൂടി ചോദിച്ചതിന് നല്ല സൂപ്പർ നല്ല കോൺഫിഡൻസ് പറയാൻ പറ്റി. ചിരിച്ചുകൊണ്ട് ക്ലയൻറ്റിനോടെല്ലാം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞത്തേക്കും ക്ലയൻറ്റ് പറഞ്ഞു വെരി അമേസിങ്, നിന്നെക്കുറിച്ച് ഇമ്പ്രസ്ഡായെന്ന് പറഞ്ഞു. അവരെന്നെ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെയാണെങ്കിൽ പ്രൊജക്റ്റുകളും സംഭവങ്ങളും വന്നാലും ഭയങ്കര ഹൈ ടഫായിട്ട് പ്രൊജക്റ്റാണ്. 6 മണിക്കൂർ 8 മണിക്കൂർ പ്രൊജക്റ്റ് ഞാൻ ചെയ്തെങ്കിൽ പറയും 2 മണിക്കൂർ മാതാവിനിക്ക് വന്നു. അതുകൊണ്ട് മാതാവിനെ ശരിക്കും ഞാൻ ക്ലയൻറ്റ് ഫ്രണ്ടിലായാലും എവിടെ കിട്ടിയാൽ ഞാൻ മാതാവിനെ കുറിച്ച് ഞാൻ പറയും ഐ യൂസ് ടു പ്രേ ആൻഡ് ഹി യൂസ് ടു പ്രൊട്ടക്ട് മീ. അതുകൊണ്ടാണെങ്കിൽ പലപ്പോഴും ആ സാക്ഷ്യം പറയുന്നതിനും ദൈവത്തിൻ്റെ സാക്ഷ്യം ചെയ്യുന്നതിനുമാണ് ഞങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങൾ പ്രൊഫഷണൽ പ്രവർത്തനമായിട്ട് ഒത്തിരി ന്യൂസ് പേപ്പർ ഞാൻ കിട്ടുന്ന കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് കൊടുക്കാൻ വെച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കന്നഡയിൽ താമസം, എനിക്ക് കന്നഡ ഒന്നും അറിയത്തില്ല. അന്നേരം ഇപ്പം എനിക്ക് നിങ്ങൾക്കറിയാലോ കർണാടകത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് മാതാവ് ഞാൻ പോവാണ് എന്നെ നോക്കിയോണേ, എനിക്ക് കന്നഡ അറിയത്തില്ല. ഞാൻ ചെന്ന ഉള്ള ഹിന്ദി ഇംഗ്ലീഷ് പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കൊടുക്കും. അതുപോലെ എനിക്ക് ഏറ്റവും മിറക്കൽന്ന് സംഭവിച്ച് ഞാനാണെങ്കിൽ ഒരു കഴിഞ്ഞ മാസം ഉടമ്പെടുത്ത ശേഷം ഞാൻ ജർമ്മനിക്ക് പോകേണ്ട 1 മാസം ജർമ്മനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാനിവിടുന്ന് പത്രം കിട്ടാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ടുവന്ന് എല്ലാ രീതിയും നോക്കി, ഇവിടെ വിളിച്ച് നോക്കി, മെയിൽ അയച്ച് നോക്കി, കിട്ടാനില്ല. എന്നിട്ട് ഞാനാണെങ്കിൽ മാതാവ് എനിക്ക് ഒറ്റൊരു പത്രം പോലും എനിക്ക് ജർമ്മനിക്ക് കൊണ്ടുവന്ന് തരുന്നില്ല വിചാരിച്ചു. ഞാൻ അന്ന് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇവിടെ വന്ന 2 പേര് എനിക്ക് 18 പത്രം എൻ്റെ കൈ കിട്ടി. പള്ളിയിൽ ചെന്നോണ്ട് ഞാൻ ആകെ ഒരു 8 പ്രതീക്ഷിച്ചുള്ളൂ, 18 എൻ്റെ കൈ കിട്ടി. എനിക്ക് ഫ്ലൈറ്റ് വെച്ച് നോക്കുന്നത് എനിക്ക് 18 പത്രം ഞാൻ എങ്ങനെ കൊടുക്കും എനിക്കറിയത്തില്ല. പിന്നെ ഞാനാണെങ്കിൽ ഉപ്പ് വെച്ച് ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് അവിടെ ജർമ്മനി ചെന്ന് എല്ലാ പത്രത്തിലും ഉപ്പിട്ട് ഞാൻ കുരിശ് വരച്ചു. ഞാൻ പള്ളി കൊണ്ടുവന്നു. ചെന്നതും അറിയാം കുർബാന കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി 17 പത്രം ഒരു 5 മിനിറ്റ് കൊണ്ട് തീർന്നു. എനിക്കറിയത്തില്ല ആരൊക്കെ കൊണ്ടുപോയെന്ന് അറിയില്ല. ചിലർ ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ചോട്ട് പോവാണ്. അവസാനം ഞാൻ പറഞ്ഞു ഒരു പത്രം എനിക്കൊന്ന് വായിക്കാൻ പറ്റുമെന്ന് ഞാൻ കൈ വെച്ചിരുന്നു. അവിടെ വെച്ച് ചേട്ടനെ ചേട്ടൻ എൻ്റെ പത്രം വാങ്ങിച്ചോണ്ട് പോയി. അങ്ങനെ പത്രം വെച്ച് അവിടെ ജർമ്മനിയിലാണെങ്കിൽ അതുപോലെ പ്രേക്ഷക പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നത് അവിടെ മംഗലാപുരത്ത് ഒരു എയ്ഡ്സിൻ്റെ ഒരു 32 പിള്ളേരുള്ള ഒരു ഇതുണ്ട്, ഒരു ഓർഫനേജ് ഉണ്ട്. അവിടെ ഞങ്ങൾ പോകാറുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിയിൽ പോയി എനിക്കൊരൊറ്റ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നൊരു അനുഭവം ഉണ്ടല്ലോ. അതായത് ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനെല്ലാ ദിവസവും ഫുഡുണ്ടാക്കി, എനിക്കറിയത്തില്ല ജർമ്മനി എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പുള്ളിക്കാരൻ കൊണ്ട് കൊടുക്കും. ആംഗ്യ ഭാഷ പുള്ളിക്കാരൻ്റെ ഫുഡാന്ന് പറയും. പുള്ളിക്കാരൻ കൊടുക്കും. പുള്ളിക്കാരൻ ഞാൻ താങ്ക് യു എന്ന് പറയും. അങ്ങനെ ഞാൻ അവിടെ 1 മാസം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ 2-3 ആഴ്ച ഫുഡ് കൊടുത്തു. പിന്നെ പുള്ളിക്കാരൻ എനിക്ക് ദൈവത്തിൻ്റെ കൂടെ ഞാൻ മാതാവ് ഞാൻ ദൈവത്തിന് കൊടുക്കാൻ പോവുക, എൻ്റെ ടേസ്റ്റല്ല പുള്ളിക്കാരൻ്റെ ടേസ്റ്റ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അവസാനം വരുന്ന 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫുഡ് തീർന്നു. ഞാൻ ഇനി പുതിയ ഫുഡ് വാങ്ങിക്കുന്നത്. അന്നേരം കറക്റ്റ് ആ ദിവസം പുള്ളിക്കാരൻ എനിക്ക് ഉച്ചത്തെ ഫുഡില്ല, പുള്ളിക്കാരന് മാത്രമേ ഉള്ളൂ. അന്ന് എന്നും പുള്ളിക്കാരൻ തന്നെത്താൻ മോനെ എനിക്കുണ്ട്, എനിക്ക് ഫുഡ് നീ കഴിച്ചോളാൻ പറഞ്ഞു. അന്ന് പുള്ളിക്കാരനെ കൊണ്ട് ഫുഡ് കൊടുത്താൽ ഞാൻ കഴിച്ചതാണ്. എനിക്ക് ശരിക്കും ദൈവത്തെ കാണാൻ അനുഗ്രഹം കിട്ടി. പിന്നെ ഇവിടുത്തെ പത്രങ്ങളായ എല്ലായിടത്തും കൊടുക്കാറുണ്ട്. ദൈവസ്നേഹം ദൈവവിശ്വാസം വളരാനധികം ദൈവം തന്നിട്ടുണ്ട്. മക്കളും എല്ലാവരും ഇപ്പോഴും ഒത്തിരി സന്തോഷത്തോടെ മുന്നോട്ട് ചെയ്യുന്നു. യേശുവിന് നന്ദി.